അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വീട് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ചെറിയ വീടുള്ളവർക്ക് വീട് വലുതാക്കണമെന്ന് വല്ലാതെ ആഗ്രഹമുണ്ടാവും. ഇനി തീരെ വീടില്ലാത്തവർക്ക് ഒരു വീട് ഉണ്ടാക്കി കാണണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ ചില ആളുകൾ വീടിൻ്റെ പണിയൊക്കെ തുടങ്ങി അത് പൂർത്തീകരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന ആളുകളുമുണ്ട്. ഇങ്ങനെ വീടിൻ്റെ കാര്യത്തിൽ വല്ലാതെ പ്രയാസം സഹിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയെങ്കിലും ഒരു വീടായി കിട്ടണം, അത് ജനങ്ങൾ മോശമാണെന്ന് പറയുന്ന രൂപത്തിലുള്ള വീടാവരുത് എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം അത് വിശാലമുള്ള വളരെ കൂടുതൽ നമുക്ക് കുടുംബത്തിന് യോജിച്ച രൂപത്തിലുള്ള വീടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവർ. ഇങ്ങനെ വീട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ കാരണമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് 3 കാര്യങ്ങളാണല്ലോ. വിജയത്തിൻ്റെ കാരണത്തിൽ ഒന്ന് അവൻ്റെ വീടാണ്, മറ്റൊന്നവൻ്റെ ഭാര്യയാണ്, മറ്റൊന്ന് വാഹനമാണ്. ഈ 3 എണ്ണം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവന് വിജയിയാണ് എന്നാണ്. അപ്പോൾ ഒരു വീട് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. ഈ വീടുണ്ടാവാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വീട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും ഈ പറയുന്ന ദിക്റുകൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് യോജിച്ച രൂപത്തിലുള്ള വീട് അല്ലാഹു തആല നൽകും. എല്ലാ ദിവസവും നാം ചൊല്ലുക, എത്ര ദിവസം ചൊല്ലണമെന്ന് കണക്കില്ല, നാം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇസ്മുകളിൽ ഒന്നാണ്. ആ ഇസ്മ നാം ചൊല്ലുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് യോജിച്ച വീടുകൾ നൽകും. എല്ലാ ദിവസവും ചൊല്ലേണ്ട സമയം മഗ്രിബ് ഇശാഇനിടയിലാണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിക്കൊണ്ട് നാം ചൊല്ലുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മഗ്രിബ് നിസ്കരിക്കുകയും അത് ഇശാ നിസ്കാരത്തിൻ്റെ മുമ്പ്, ഇശാ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ചൊല്ലി തീർക്കുകയും ചെയ്യുക, മറന്നു പോവാതെ ചെയ്യുക. ഏതെങ്കിലും ഒരു ദിവസം ഇത് ചൊല്ലാൻ വിട്ടുപോയാൽ, മഗ്രിബ് നിസ്കരിച്ച് നമുക്ക് ചൊല്ലാൻ മറന്നുപോയാൽ, മറവിയൊക്കെ കൊണ്ടൊക്കെ അങ്ങനെ നീണ്ടുപോയാൽ കുഴപ്പമില്ല, അത് ഇശാ നിസ്കരിച്ച ഉടനെ അല്ലെങ്കിൽ ഓർമ്മ വരുന്ന ഉടൻ തന്നെ നമുക്ക് അത് ചൊല്ലാവുന്നതാണ്. എല്ലാ ദിവസവും ചൊല്ലുക, എന്നിട്ട് ദുആ ചെയ്യുക, പടച്ചോനെ ഈ ദിക്റിൻ്റെ ബറക്കത്തുകൊണ്ട്, ഈ ഇസ്മിൻ്റെ ബറക്കത്തുകൊണ്ട് എനിക്ക് നല്ലൊരു വീട്, എനിക്ക് യോജിച്ചൊരു വീട് തരണേ. ഏതാണ് ആ ദിക്ർ എന്ന് ചോദിച്ചാൽ യാ ബാസിതു എന്നുള്ള ദിക്റാണ്. യാ ബാസിതു യാ അല്ലാഹ്, യാ അല്ലാഹ് ചേർത്തുകൊണ്ട് യാ ബാസിതു യാ അല്ലാഹ്, അക്ഷരം തെറ്റാതെ ചില ബാസിത്തു എന്നല്ല, ബാസിത്തു ത്വാ ആണ്. യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ് എന്നിങ്ങനെ 72 പ്രാവശ്യമാണ് നാം ചൊല്ലേണ്ടത്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു 72 പ്രാവശ്യം യാ ബാസിത്തു യാ അല്ലാഹ് എന്ന് ചൊല്ലി അള്ളാഹുവിനോട് നല്ല പോലെ ദുആ ചെയ്യുക, എല്ലാ ദിവസവും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് യോജിച്ച രൂപത്തിലുള്ള നല്ല ബറക്കത്തുള്ള വീട് നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.